ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്ന മോളിയമ്മ കാനഡ വന്നത് അറിഞ്ഞു കാണും നിങ്ങളെല്ലാവരും എന്തായാലും. അപ്പോൾ ഉറക്കപ്പിച്ചൊക്കെ ആയിരുന്നു ഇന്നലെ വൈകുന്നേരം ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഇട്ടായിരുന്നു ലഞ്ചെന്നും പറഞ്ഞാൽ ഇട്ടത്. പക്ഷേ അതാരും കണ്ടിട്ടില്ല. ദിവസം രാത്രിയും പകലും വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. പക്ഷെ മോളിയമ്മയ്ക്ക് പകലിടാനായിട്ട് പറ്റുകയല്ല, ഇവിടുത്തെ പകലല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം ഞാൻ നിങ്ങളുടെ സമയത്ത് ഇടാൻ ശ്രമിക്കാം. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടി ചക്ക കൊണ്ടൊരു ഉണ്ട ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇളയ മകൻ പേരക്കിടാവ് വന്ന് ടേസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് കൂടെ തന്നെയാണ് കേട്ടോ ഈ ട്രെയിനൊക്കെ ഓടണം. ഇതൊരു ഗുഡ് ട്രെയിനാണ് പോണത്. പിന്നെ അങ്ങ് ദൂരെ കാണാം. ഇച്ചിരി ഇതിൻ്റെ പുറകിൽ തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ പുറകിൽ തന്നെയാണ് നമ്മുടെ ആമസോൺ. ഇവിടുത്തെ ആമസോൺ 5-6 ഉള്ളത് മൊത്തം യൂണിയൻകാരുടെ പ്രശ്നം കാരണം പൂട്ടിയിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ നമ്മുടെ മുറ്റമാണ്. ഇതൊരു ഹൗസ്. കഞ്ഞി ഒരു സൈസ് അടച്ചിട്ടു. ഇത് ഇന്നലത്തെ അങ്ങനെ തിളച്ചിട്ടിരിക്കണം. ഇനിയിപ്പോൾ അട ഉണ്ടാക്കണ്ടേ, അതിന് നമുക്ക് തേങ്ങ എടുക്കാം. തേങ്ങ നമുക്ക് ചിരണ്ടി വിഷമിക്കൊന്നും വേണ്ട. ഏത് സൈസ് തേങ്ങ വേണമെങ്കിലും നമുക്ക് കിട്ടുകൂടാ. നമുക്ക് തേങ്ങ ഇത് നമുക്ക് എടുക്കാം. ചിരണ്ടിയ തേങ്ങയാണ് ഇത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയാൻ പറ്റിയല്ല. ഈ ചക്കയുടെ അമ്മ, അവിടുത്തെ പാലായിലെ അമ്മ ഉണ്ടാക്കി തന്നുവിട്ടാണത് ഈ ചക്ക. ഇത് ഞാൻ ഇത് പേസ്റ്റായിട്ട് ഉണ്ടാക്കി തന്നാണത്. നമ്മൾ പൊടിയുടെ കൂടെ ഇടും. ഇനി നമ്മളിതേ അത് തേങ്ങ ഫ്രീസറിലിരുന്നതാണ്. നമ്മൾ തേങ്ങ പൊടിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും കുഴച്ച് ഉണ്ടയുടെ പരുവ് നമുക്കറിയാമല്ലോ ഉണ്ട ഉണ്ടാക്കാനുള്ള പരുവ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ല നമ്മുടെ കൊച്ചുമകൻ വരുമെന്ന്. ഇപ്പോൾ വാഴയില ഇല്ലാത്ത കാരണം മോളിയമ്മ ചക്ക അടയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കണം. കുമ്പിളിപ്പം എന്നൊക്കെ പറയും അവരുണ്ടാക്കണം പാലക്കാരൊക്കെ. ഇപ്പോൾ അതിന് ഉണ്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചക്കയുടെ പേസ്റ്റും തേങ്ങയും ജീരകവും ഏലക്കയെല്ലാം കൂടെ പൊടിച്ച് അടപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുമുഖം വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഇപ്പം ഞാൻ മോളിയമ്മ പുറത്തിറങ്ങിയ എന്തിനാണ് നമ്മുടെ വേസ്റ്റൊക്കെ എടുക്കാനായിട്ട് വണ്ടി വരും. അപ്പോൾ വേസ്റ്റ് അവരെടുത്തിട്ട് റോഡിൽ തന്നെയാണ് നമ്മുടെ വേസ്റ്റിൻ്റെ പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കെടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം. നമുക്ക് നാളെ പോയിട്ട് കുറച്ച് പച്ചക്കറി കുരുവും ചെടിയുടെ തൈകളൊക്കെ കുരുവൊക്കെ മേടിക്കണം. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകും. നാളെ മുതൽ നമുക്കിവിടെ പച്ചക്കറി തോട്ടം അങ്ങനെ ഉണ്ടാക്കണം. മോളിയമ്മയുടെ ഈ വ്ളോഗൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വൈകുന്നേരം അപ്പോൾ ഞാൻ മറക്കാതെ കാണിക്കാം. നമ്മുടെ ഉണ്ട അടപ്പത്ത് വെച്ചിരിക്കുന്ന ഉണ്ടയുടെ ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മുടെ പിള്ളേർ വരും. ഇപ്പോൾ ലോങ് വീഡിയോ ഇടണം. മോളമ്മയുടെ ലോങ് വീഡിയോയും കാണാം. പിന്നെ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചോറിനത് ഇടും. അത് സമയം വ്യത്യാസമായാലും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിടാം. അപ്പോൾ മോളിയമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഉറങ്ങിപ്പോയി. ഇവർ വന്നപ്പോഴത്തേക്ക് പപ്പായവർക്ക് എല്ലാം ഫുഡൊക്കെ കൊടുത്തു. അന്നേരം ടേസ്റ്റ് ചെയ്യണം നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ ദാവൂദ് കൂട്ടൻ. ഇപ്പോൾ ടേസ്റ്റ് നല്ലതാണോ? അടിപൊളിയോ അടിപൊളി. അപ്പോൾ ഊണ് കഴിക്കണേന് ഇട്ടില്ല. ഇന്നിപ്പോൾ പിള്ളേർക്ക് ഫുഡ് ഇത് കൊടുക്കണതാണ്. വൈകുന്നേരം ഞാൻ ഊണ് കഴിച്ചിട്ടിടാം. അന്നേരം അവിടെ ഉച്ചയാവുള്ളൂ. അപ്പോൾ ബൈ.